ഹലോ, ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ടെൻഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ കൃപയാൽ സർവ്വ നന്മ എന്ന് പറഞ്ഞാലേ അതെന്താന്ന് പറയാമോ? യേശു എന്ന് പറഞ്ഞാൽ വചനമാണ്. നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, ക്ഷമ, കരുണ, പ്രത്യാശ, സഹിഷ്ണുത എല്ലാം വരും അതിൽ. അപ്പം നമ്മുടെ ക്യാരക്ടർ മേക്കിങ്ങാണ്. ഞാൻ മാറിയാൽ മാത്രം ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. അപ്പം അതാണ് അതിൻ്റെ അർത്ഥം. യേശുവിലേക്ക് ഒരാളാകുമ്പോൾ ആ ആളുടെ ജഡസ്വഭാവം മാറി യേശുവിൻ്റെ സ്വഭാവം ആകുമ്പോഴാണ് ഒരാൾ രക്ഷപ്പെടണേ. അപ്പോൾ അങ്ങനെയാണ് ലോകം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് നന്മ വരുകയുള്ളൂ. എൻ്റെ ക്യാരക്ടർ മാറി ഞാനൊരു നല്ല ആളായാൽ എന്തായാലും എന്നിലേക്ക് നന്മയുടെ ഒത്തൊഴുക്കായിരിക്കും ദൈവകൃപയാൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സർവ്വ നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ 916-ൻ്റെയാണ്. ഇതൊക്കെ 4 ഗ്രാം, 3 ഗ്രാം സംതിങ്, 4 ഗ്രാം, ഇത് 2 ഗ്രാം, 2 ഗ്രാം, ഇത് 3 ഗ്രാം സംതിങ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വെയിറ്റ്. ഇതൊക്കെ കണ്ടോ, എന്ത് ഭംഗിയുള്ള നല്ല ഇങ്ങനത്തെ ഇത് കണ്ടോ, നല്ല ഒരു മോഡേൺ ലുക്കല്ലേ നോക്കി. ഇതെല്ലാം നമ്മുടെ എക്സിബിഷന് പോയി നമ്മൾ എടുത്തതാട്ടോ. ഈ ചെയിനുകളൊക്കെ ലാസ്റ്റ് ചെയ്യണ ചെയിൻ നമ്മൾ ഓർഡർ കൊടുത്ത ഈ തവണ റോസ് ഗോൾഡിൽ. ഇത് 916 ആണ്. റോസ് ഗോൾഡും എടുത്തതാണ്. സാധാരണ 18-ലല്ലേ റോസ് ഗോൾഡ് തന്നെ. ഇപ്പോൾ എല്ലാവർക്കും റോസ് ഗോൾഡിനോടൊരു ഭ്രമം. അപ്പോൾ നമ്മൾ 916 റോസ് ഗോൾഡ്. ഈ കമ്മലൊക്കെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇതിനൊക്കെ നല്ല, ഇതിന് വേണേലും ഈ കമ്മൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ലുക്കുണ്ട്. ഇത് മദർപ്പേളിൻ്റെ മാലയാട്ടോ. ഇതും ഇങ്ങനെ 4 ഗ്രാം സംതിങ്. ഇത് കണ്ടോ, ഇതും ഇങ്ങനെ ഈ കമ്മൽ തന്നെ ഞാൻ ചുമ്മാ ഇട്ടത്. എനിക്കിഷ്ടം ഇങ്ങനെ ഹാങ്ങിങ് കമ്മൽ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കൊളുത്തി. ഇത് നമ്മൾ ഇങ്ങനെ പണ്ട് മുതലേ എനിക്കിങ്ങനത്തെ ഈ കൊളുത്തിയുള്ളതാട്ടോ. എൻ്റെ ജിമുക്ക മുതൽ, പണ്ട് മുതൽ ഞാനിങ്ങനെ ആ മേളി സ്റ്റഡുള്ളതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ കൊളുത്തിയിട്ടൊക്കെ ഇറുന്നതാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടമല്ല, ഇച്ചിരി ഒരു നല്ലതാണ്, അതൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നല്ല രസമാട്ടോ. ഇത് ഞാൻ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഗ്രാൻഡ് ന്യൂജന്നാട്ടോ. ഞാൻ ചുമ്മാ കൊതികാരനെ എടുത്തിട്ടെന്നേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ വലിയവർക്ക് ഇട്ടാലും കുഴപ്പമില്ല. എനിക്കൊക്കെ ഇങ്ങനെ ഒറ്റയാണ് എനിക്ക് എൻ്റെ തോന്നൽ നല്ലതെന്ന്. ഇത് കുഞ്ഞൂനൊക്കെ ഇടാൻ നല്ലതാണ്. കുഞ്ഞു അടുത്ത ദിവസം വരും. ഇങ്ങനത്തെ കുറേ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം ഇട്ട് ഫോട്ടോയും വീഡിയോയ്ക്കും വരാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൂനോട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഇപ്പം സ്വർണത്തിന് നല്ല വിലയും കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ കട തുടങ്ങി, ഇപ്പം മെയിലാണ് തുടങ്ങി. അന്നേരം 6600 ആണോ 500 വില ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കൂടിയവരൊക്കെ ആ വിലയ്ക്ക് അന്നേരം കുറേ കാലം അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൂടെ. അപ്പോൾ എല്ലാവരും കൂടാൻ ഭയങ്കര മടി. അപ്പോൾ എന്തോ എനിക്ക് നല്ലതാണെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി നല്ലതാണ്. കൂടിയവർക്കെല്ലാം ഒത്തിരി നല്ലതായി. ഇപ്പോൾ സ്വർണത്തിന് ഇപ്പം അല്ലേ ഇങ്ങനെ കണ്ടമാനം ഒത്തിരി കുറഞ്ഞായിരുന്നല്ലോ. 50,000 വരെ ആയിപ്പോയില്ലായിരുന്നോ. അപ്പോൾ എന്നിട്ടല്ലേ പിന്നെ കൂടിയത്. അപ്പോൾ ഒത്തിരി അവർക്കൊക്കെ ആ കുറഞ്ഞ സമയത്തൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നല്ല ഇതായി. അപ്പം നിങ്ങൾ ഇങ്ങനെ കൂടുമെന്നല്ലേ പറയണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിരുന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഇവിടെ വന്നു. അതിന് 2 വർഷം മുമ്പ് അതിൻ്റെ മോൻ 50,000 രൂപ കൊടുത്തതാണ് സ്വർണ്ണം എടുക്കാൻ. എന്നിട്ട് അന്ന് മുതൽ വില കുറയണം നോക്കിയിരുന്നാ. വില കുറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് വേഗം വന്ന് എടുക്കുന്നത്. അന്നേരവും എടുത്തില്ല. പിന്നെ നിമിഷം കൊണ്ട് വില കയറിപ്പോയല്ലോ. ഇപ്പോഴും അത് പിടിച്ചുകൊണ്ടിരിക്കുക. ഇനി വില കുറയുമായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, കയ്യിൽ എത്ര പവൻ സ്വർണ്ണം ഉണ്ടെന്ന് ചോദിച്ചു. സ്വന്തമായിട്ട് 10-30 പവനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ ഈ 50,000 രൂപയുടെ സ്വർണ്ണം വില കുറയാൻ നോക്കിയാൽ? കയ്യിൽ 10-30 പവനുണ്ടല്ലോ. അപ്പോൾ വില കൂടുമ്പോൾ ഈ 30 പവൻ അപ്പടിയും വില കിട്ടില്ലേ? ഈ ഒരു 50,000 വെച്ച് ഈ നൊലിയൊളിച്ചോണ്ടിരിക്കല്ലേ. ഇങ്ങനെയല്ലേ നമ്മുടെ പൊതുജനത്തിന് അപ്പടിയും കേരളത്തിലും കേരളത്തിലെ കാര്യം പറയുക, ഇന്ത്യയിൽ അപ്പടി എല്ലാവരുടെയെങ്കിലും ഒത്തിരി സ്വർണ്ണമുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് വില കൂട്ടണം. എന്നാൽ നമുക്ക് ആവശ്യത്തിന് വിറ്റ് കാശ് മേടിക്കാമല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾ നടത്താം, വീടില്ലാത്തവന് വീട് മേടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം സ്ഥലത്തിന് വില കുറഞ്ഞാൽ ആരെങ്കിലും സ്ഥലം മേടിക്കുമോ? കുറഞ്ഞുകൊണ്ടിരിക്കണില്ലേ. അപ്പോൾ ഇപ്പം ആരും റിയൽ എസ്റ്റേറ്റ് ഇട്ട് കിടക്കാത്ത എന്തിനാ കൈ കൊള്ളും. കാരണം വിൽക്കാൻ നേരത്തെ വില കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലത് ഇപ്പം സ്വർണ്ണം. അപ്പം നമുക്ക് ഭാവിയിലത്തെ കാര്യമൊന്നും അറിയാൻ പാടില്ല. ഇപ്പം നിലവിൽ ഇത് നമ്മൾ ഇപ്പോൾ സ്വർണ്ണം മക്കളൊന്നും ഊർന്നില്ല. ഇത് അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ ആരിപ്പോൾ ഫോറിനിലൊക്കെ ഇൻ്റർനാഷണൽ ഇതല്ലേ. അപ്പോൾ അവിടെയൊക്കെ സ്വർണ്ണം ഇട്ടിട്ടല്ലോ വില. ഇതൊരു ലിക്വിഡ് അസറ്റായിട്ട് ആൾക്കാർ യൂസ് ചെയ്യണേ. അപ്പോൾ സ്വർണത്തിൻ്റെ വില കുറയുമെന്ന് ഓർത്തുകൊണ്ടിരിക്കേണ്ട. എനിക്കും പണ്ട് അബദ്ധം പറ്റിയതാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓർക്കുമ്പോൾ സങ്കടമായിരുന്നു. കുറേ സ്വർണം മേടിച്ച് വയ്ക്കാറുന്നു എന്ന്. അപ്പോൾ ഞാനും ഇങ്ങനെ ഓർത്തു, യേശുപ്പ ഇനി സങ്കടപ്പറണ്ട്, യേശുപ്പന് എനിക്കൊരു സ്വർണ്ണക്കട തന്നെ തന്നില്ലേ. അപ്പം നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക. അപ്പോൾ സങ്കടങ്ങളെല്ലാം മാറാൻ സ്വർണ്ണക്കട തന്നെ പോലെ. അപ്പോൾ
പിന്നെ ഓൺലൈനുണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടെ വന്ന് മേടിക്കുന്ന ആ സെയിം ഡിസ്കൗണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ അയച്ചു തരുമ്പോഴും. ഇവിടെ വന്ന് മേടിച്ചാൽ സ്പെഷ്യലൊന്നുമില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര നല്ല ഗ്രാൻഡ് സംഭവമാട്ടോ. ഓടിച്ചെന്നാൽ ഒരു കടയിൽ കിട്ടില്ല, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ സ്കീമിൽ കൂടുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ എല്ലാവരെയും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.